Hi friends, ഞാൻ അജയ്. എല്ലാവർക്കും TechCorner മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ്. നമ്മൾ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് ആൾക്കാർ പറയുന്നതായിരുന്നു ഒരു ലൈവ് ഒരു പ്രാക്ടിക്കൽ വീഡിയോ, സൈറ്റിൽ നിന്നുള്ള വീഡിയോ, അതുപോലെ ഒരു കൺട്രോൾ പാനലിൻ്റെ വീഡിയോസൊക്കെ ഇടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ലൈവ് പാനൽ, ഒരു മോട്ടോർ കൺട്രോൾ പാനൽ, VFD കൺട്രോൾഡ് പാനലിൻ്റെ ഒരു ഇൻസൈഡ് വ്യൂവും ഔട്ട്സൈഡ് വ്യൂവും അതിൻ്റെ ചെറിയ എക്സ്പ്ലനേഷൻസും അതിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് ടിപ്സും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് പോസ്റ്റ് ഉടനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സാൻവ മൾട്ടിമീറ്റർ ഗിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 9ാമത്തെ ചോദ്യം ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൂടെ നോക്കുക. അപ്പോൾ ഒരു VFD കൺട്രോൾ പാനൽ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ കാണുന്നത് HMI ആണ്. സിമൻസിൻ്റെ ഒരു HMI, ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ്, പിന്നെ സ്വിച്ചുകൾ, പിന്നെ ഹൂട്ടർ, ഐസൊലേറ്റർ, പിന്നെ നമ്മുടെ കൂളിംഗ് യൂണിറ്റ്. പിന്നെ ഇതൊരു ഡബിൾ ഡോർ പാനലാണ്, അതുകൊണ്ട് നമുക്ക് 2 ഹാൻഡിൽ കാണുന്നത്. നമുക്കിത് തുറന്ന് ഉൾവശം ഒന്ന് കാണാം. ഇപ്പോൾ തുറക്കുന്നുടനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന PLC ആണ്, പിന്നെ ഡ്രൈവാണ്, MCBകളാണ്, ടെർമിനൽ ബ്ലോക്കുകളാണ്, പവർ സപ്ലൈ ഉണ്ട്, ട്യൂബ് ലൈറ്റുകളുണ്ട്, പിന്നെ റിലേ സർക്യൂട്ട്സും ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനം നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ കാണാം. ഇനി അടുത്ത ഡോറും കൂടെ തുറന്നിട്ട് അതിലെന്താണെന്നും കൂടെ നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ട്രാൻസ്ഫോമർ കാണാം, ഡ്രൈവ് കാണാം, MCBകൾ കാണാം, വീണ്ടും ഡ്രൈവ് കാണാം, പിന്നെ MCB കാണാം. അപ്പോൾ ഒരുപാട് ഡ്രൈവുകളുണ്ട്, ഒരുപാട് മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പാനലാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡ്രൈവ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓരോ ഡ്രൈവിനും ഓരോ MCB ഇൻപുട്ട് വഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ട്രാൻസ്ഫോമറാണ്, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ 440 230 ആക്കുന്നു. പിന്നെ 2 ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഫോർ സേഫ്റ്റി പർപ്പസിലും ഉണ്ട്. പിന്നെ നമുക്ക് ഡ്രൈവ് കാണാം, ഡ്രൈവിൻ്റെ ഡിസ്പ്ലേ കാണാം, പിന്നെ MCBകൾ കാണാം. ഇതൊക്കെ നമുക്ക് സർക്യൂട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. RCCB ആണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞു ഓരോ MCBയും ഓരോ ഡ്രൈവിനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഡ്രൈവും ഇത്രയും MCBയും കാണുന്നത്. ഒരുപാട് മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന പാനലുമാണ്. അപ്പം ഇത് ടെർമിനൽ ബ്ലോക്സ് ആണ്, MCBകളാണ്, ഇൻപുട്ട് വരുന്നു. ഇത് ഫെറൂളിംഗ് ആണ്. ഫെറൂളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഐഡൻറ്റിഫിക്കേഷന് ഭയങ്കര എളുപ്പം ആകുന്നൊരു സാധനമാണ്. പിന്നെ ഇത് പല ഡ്രൈവും ഓഫിലാണ്, അതാണ് നമുക്ക് 0 എന്ന് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ PLC, സിമൻസിൻ്റെ ഒരു PLC ആണ് ഉപയോഗിക്കുന്നത്. അപ്പം പിന്നെ അതിൻ്റെ താഴെ കാണുന്ന ഇത് റിലേ, ഇതാണ് റിലേസ് ആണ്. അപ്പോൾ ഇത്രയും റിലേസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ PLCയുടെ ഔട്ട്പുട്ട് റിലേ വഴി ഒക്കെയാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുക, ഫീൽഡിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് നോക്കിയാൽ നമ്മുടെ ഐസൊലേറ്റർ വഴി RCCBയിൽ വരുന്നു. RCCBയിൽ നമ്മൾ നമ്മുടെ ട്രാൻസ്ഫോമറിലേക്ക് പോകുന്നു. അതിനുശേഷം നമ്മൾ ഓരോ MCB വഴി ഓരോ ഡ്രൈവിലേക്കാണ് കൊടുക്കുന്നത്. ഡ്രൈവിൻ്റെ ഇൻപുട്ട് കൊടുത്തു, ഔട്ട്പുട്ട് താഴെ നിന്നെടുത്ത് നമ്മൾ നേരെ ഒരു ടെർമിനൽ ബ്ലോക്കിലൂടെ മോട്ടറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിൻ്റെ പവർ സർക്യൂട്ട് വരുന്നത്. കൺട്രോൾ സർക്യൂട്ട് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പം അത് നമുക്ക് നോക്കാം. പിന്നെ ഇത് നമ്മുടെ ടോപ്പ് പൊസിഷനിൽ നമ്മൾ RYB ഓർ എർത്ത് കൊടുക്കും. 3 ഫേസും എർത്തും ഇൻപുട്ടായിട്ട് ഓരോ ഡ്രൈവിനും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ താഴെ നിന്ന് നമ്മൾ ഡ്രൈവിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൺട്രോൾ ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് പവർ ഫ്ലെക്സ് 4 എന്ന് പറഞ്ഞിട്ട് അലൻ ബ്രലിയുടെ ഒരു ഡ്രൈവാണ്. ഇതിൻ്റെ ഈ ഒരു കവർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൺട്രോൾ സർക്യൂട്ട് കാണാൻ സാധിക്കും. ഒരുപാട് കൺട്രോൾ സർക്യൂട്ടൊന്നും ഇതിന് കൊടുത്തിട്ടില്ല. ജസ്റ്റ് സ്റ്റാർട്ടും ഡയറക്ഷൻ, ഫോർവേഡ് ആണോ റിവേഴ്സ്, അതാണ് ആദ്യം കാണുന്നത്. മുകളിൽ കാണുന്നത് ഇതിൻ്റെ VFDയുടെ ഇൻപുട്ട് ടെർമിനലും താഴെ കാണുന്ന VFDയുടെ ഔട്ട്പുട്ട് ടെർമിനലുമാണ്. അതായത് PLCയുടെ തലയിഞ്ഞ് വരും. PLCയുടെ ഔട്ട്പുട്ട് വരുന്നത് നമ്മുടെ VFDയുടെ മേളിലും അങ്ങനെ ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത് സ്റ്റാർട്ടും ഫോർവേഡ് ഇതും, അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് പോകുന്നത് റൺ ഫീഡ്ബാക്കുമാണ്. അപ്പോൾ ഈ ഔട്ട്പുട്ട് വരുന്നത് PLCയിലേക്കാണ്. അപ്പോൾ PLC തന്നെ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് കാണാം. ഇവിടെയാണ് നമ്മൾ ലാപ്ടോപ്പ് കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ HMIയും മറ്റ് ഡിവൈസസും ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പവർ സപ്ലൈ മൊഡ്യൂളുണ്ട്, പിന്നെ ഇൻപുട്ട് മൊഡ്യൂളും ഔട്ട്പുട്ട് മൊഡ്യൂളും. ഇത്രയാണ് PLCയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇത് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇതിൻ്റെയൊക്കെ പറ്റി വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് PLC, എന്താണ് റിലേ,
എന്താണ് HMI, എന്താണ് MCB, ഇതൊരു പവർ സപ്ലൈ ആണ്, AC DC ആക്കി 24 വോൾട്ട് DC ആക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ സ്പെസിഫിക് ആയിട്ട് ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ട പ്രാക്ടിക്കൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട് ഒരു കൺട്രോൾ പാനൽ ട്രബിൾ ഷൂട്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒരു ടിപ്സ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരു ചെറിയ ടിപ്പ് പറയാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഈ ഒരു പാനലിൻ്റെ എക്സാമ്പിൾ വെച്ച് തന്നെ ഇത് നമുക്കറിയാം ഈ VFDയുടെ ഔട്ട്പുട്ട് എല്ലാം പോയിരിക്കുന്നത് ഒരു മോട്ടറിലേക്കാണ്. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു സർവീസ് മെയിൻ്റെനൻസ് പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ സർവീസ് പോയിൻ്റ് ഓഫ് വ്യൂലാണ് ചെല്ലുന്നതെങ്കിൽ ആ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് കംപ്ലയിൻ്റ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. ഒരു ടിപ്പാണ് ഇത്. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നമ്മളെ കണക്ക് പോലെ തന്നെ നമുക്ക് ഉത്തരം കിട്ടുക എന്നതാണ് ഒരു മെയിൻ്റെനൻസ് പോയിൻ്റ് അല്ലെങ്കിൽ സർവീസ് പോയിൻ്റ് ഓഫ് വ്യൂയുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അത് ഏത് വഴി സഞ്ചരിക്കുന്നു എന്നത് അവിടെ ഒരു കാര്യമേ അല്ല. നമ്മൾ എന്തിനാണോ പോകുന്നത് അത് പ്രോബ്ലം മൊത്തമായിട്ട് സൊല്യൂഷൻ കണ്ടെത്തണം, പിന്നീട് ആ പ്രോബ്ലം വരാനും പാടില്ല. ഇതാണ് ഒരു സർവീസിൻ്റെ മെയിൻ തമ്പ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്ന കംപ്ലയിൻ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ആദ്യം ചെയ്യേണ്ടത്? ഇപ്പം ഒരു ഊഹവും ഇല്ലാതെ ഒരു പുതിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് ചെല്ലുന്നതെങ്കിൽ ചിലപ്പോൾ പാനൽ തുറന്ന് വെച്ചിട്ട് പാനലിലായിരിക്കും തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചെയ്യാറല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യം നമ്മുടെ ഔട്ട്പുട്ട് സൈഡിൽ തുടങ്ങാം. എവിടെയാണോ കംപ്ലയിൻറ്റ് അവിടെ നിന്ന് പുറകോട്ട് നോക്കി വരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്ന് കാണുള്ളൂ. ഇപ്പോൾ ഒരു മോട്ടറിൻ്റെ ആണ് നമ്മുടെ ഔട്ട്പുട്ടെങ്കിൽ മോട്ടർ മാത്രമായിരിക്കും അവിടുത്തെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണും. ചിലപ്പോൾ എമർജൻസി സ്വിച്ചുകൾ കാണും, സ്റ്റാർട്ട് സ്വിച്ചുകൾ കാണും, റിലേകൾ കാണും, സെൻസറുകൾ കാണും. അങ്ങനെ പല ഘടകങ്ങളൊക്കെ ലൂപ്പ് ചെയ്തിട്ടായിരിക്കും ചിലപ്പം ഈ ഒരു മോട്ടറിലേക്ക് ഔട്ട്പുട്ട് വരിക. അപ്പോൾ അതിൽ ഏത് സാധനം പോയി എന്ന് ഇൻപുട്ട് നോക്കി കണ്ടുപിടിക്കുന്നതിൽ നല്ല നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതിന് തന്നെ മോട്ടറിൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം ചെക്ക് ചെയ്യേണ്ടത് മോട്ടറിൽ ഇൻപുട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. നമ്മുടെ പവർ അവിടെ എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് മൾട്ടിമീറ്റർ ടെസ്റ്റർ വെച്ചൊക്കെ നമുക്ക് നോക്കാൻ സാധിക്കും. മോട്ടറിൽ സപ്ലൈ വന്നിട്ട് മോട്ടർ കറങ്ങുന്നില്ല എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ഇലക്ട്രിക്കൽസ് എല്ലാം ഓക്കെയാണ്. മോട്ടറിൽ കംപ്ലയിൻ്റ് ആവാം, അല്ലെങ്കിൽ അതിൽ ഗിയർ ബോക്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിയർ ബോക്സ് കംപ്ലയിൻ്റ് ആവാം, ജാം ആയതാവാം, മോട്ടറിൻ്റെ വൈൻഡിങ് പോയതാവാം, അല്ലെങ്കിൽ മോട്ടറിൻ്റെ ഇൻറ്റേർണൽ വൈൻഡിങ് പോയതാവാം. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകും. അപ്പം പ്രോബ്ലം ആ മോട്ടറിലോ ഗിയർ ബോക്സിലോ ആണ് എന്ന് നമുക്ക് അവിടെ ഉറപ്പ് വരുത്താം. പാനലിൽ നിന്ന് വരുന്ന ഇവിടം വരെ സേഫ് ആണ് എന്ന് ഉറപ്പായി. ഇനി അതല്ല ഇവിടെ സപ്ലൈ വരുന്നില്ല എങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? എവിടെ നിന്നാണോ സപ്ലൈ തുടങ്ങിയത്, ആ വയർ വന്നത്, കേബിൾ വന്നത് പാനലിൽ നിന്നായിരിക്കും. ഇപ്പോൾ പാനലിൽ ചെന്ന് നോക്കുക. ഇപ്പം VFDയുടെ ഔട്ട്പുട്ടാണ് വരുന്നതെങ്കിൽ VFDയുടെ ഔട്ട്പുട്ട് ടെർമിനലിലായിരിക്കും. നമ്മൾ ടെർമിനലിൽ നിന്നായിരിക്കും ഇത് കണക്ട് ചെയ്തിരിക്കുക. ആ ടെർമിനലിൽ നോക്കുക അവിടെ ഔട്ട്പുട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അവിടെ ഔട്ട്പുട്ട് വരുന്നില്ല എങ്കിൽ ഓക്കെ, നമുക്ക് അതിൻ്റെ മേളോട്ട് പോകാം. അതല്ല അവിടെ ഔട്ട്പുട്ട് വരുന്നുണ്ട്, നമ്മുടെ മോട്ടറിൻ്റെ അവിടെ ഔട്ട്പുട്ട് വരുന്നില്ല എങ്കിൽ അതിൻ്റെ ഇടയ്ക്കാണ് ഇഷ്യൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ആ കേബിളിലായിരിക്കും എവിടെയോ പ്രശ്നം, കേബിൾ കട്ടായതോ അങ്ങനെ എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ കേബിൾ ലൂസാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം നമ്മുടെ മോട്ടറിൽ ഔട്ട്പുട്ട് വരാതെ ടെർമിനൽ വരെ ഔട്ട്പുട്ട് വന്ന് നിൽക്കുകയാണ്. അതേസമയം ടെർമിനലിൽ ഔട്ട്പുട്ട് വരുന്നില്ല എങ്കിൽ അടുത്ത നോക്കേണ്ടതാണ് VFDയുടെ ഔട്ട്പുട്ടാണ്. VFDയുടെ ഔട്ട്പുട്ടിലും ഓക്കെ, നമുക്ക് എന്താ പറയുക, ഔട്ട്പുട്ട് ഇല്ല എങ്കിൽ നമുക്കറിയാം VFDയുടെ ഉള്ളിൽ VFD നമുക്ക് ഔട്ട്പുട്ട് തരുന്നില്ല എന്ന്. അതല്ല VFD ഔട്ട്പുട്ട് വന്നിട്ട് ടെർമിനൽ വരാതിരിക്കുകയാണെങ്കിൽ അവിടുത്തെ ഇൻറ്റേർണൽ വയറിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന് നമുക്ക് വിലയിരുത്താം. ഇനി VFD ഔട്ട്പുട്ട് തരുന്നില്ല എങ്കിൽ ഓക്കെ, നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സിലേക്ക് പോകണം. VFDയിൽ ഔട്ട്പുട്ട് തരാൻ വേണ്ടി എന്തൊക്കെയാണ് അവിടെ നമുക്ക് ഉള്ളത് എന്നാണ് വീണ്ടും നമ്മുടെ ചിന്തയിൽ വരേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ VFD നമുക്ക് ഔട്ട്പുട്ട് തരണമെങ്കിൽ ഒന്നെങ്കിൽ എമർജൻസി സ്റ്റോപ്പുകളൊക്കെ റിലീസ്ഡ് ആയിരിക്കണം എന്ന് കൺസിഡർ വെക്കുക. എമർജൻസി പുൾ കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പ്രസ്ഡ് ആകാൻ പാടില്ല, ഫ്രീ ആയിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും സെൻസേഴ്സ് ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ VFD ഔട്ട്പുട്ട് നമ്മുടെ പ്രോഗ്രാം നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചാണ് അത് വരിക. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ് അതിനെ ബന്ധിക്കുന്നത്, നമ്മുടെ VFD ഔട്ട്പുട്ട് തരാൻ വേണ്ടി എന്തൊക്കെ കൺട്രോൾ സിഗ്നൽസ് അവിടെ ഉണ്ട് എന്ന് ചിന്തിക്കുക. ഈ സ്റ്റോപ്പ് അതാണോ നോക്കുക. അപ്പോൾ അതിൻ്റെ നമുക്ക് നോക്കാം ഈ സ്റ്റോപ്പുകളെല്ലാം റിലീസ്ഡ് ആണോ, പിന്നെ പുൾ കോഡ് ഉണ്ടെങ്കിൽ പുൾ കോഡെല്ലാം റിലീസ്ഡ് ആണോ, സെൻസേഴ്സ് എല്ലാം ഓക്കെ ആണോ, ഇപ്പോൾ എന്തൊക്കെ ഇൻപുട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം, അതൊക്കെ ഓക്കെ ആണോ എന്ന്. അതെല്ലാം നോക്കിയ ശേഷം അത് PLC ബേസ്ഡ് ആണെങ്കിൽ PLC വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. PLC പ്രോഗ്രാം ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അല്ലെങ്കിൽ അതിൻ്റെ IO ഡിവൈസസിൻ്റെ ഓരോ ഇൻഡിക്കേഷൻ ലൈറ്റുകളുണ്ട്, അതനുസരിച്ച് ആ ഇൻപുട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. അപ്പോൾ എല്ലാ ഇൻപുട്ടും വന്നു, എന്നിട്ടും നമ്മുടെ VFD ഔട്ട്പുട്ട് തരുന്നില്ല എങ്കിൽ ഒന്ന് നമുക്ക് ആദ്യം VFDയുടെ ഇൻപുട്ട് പവർ നോക്കാം. പവർ എന്തായാലും വരുന്നുണ്ടാവണം. ഇൻപുട്ട് പവർ ഉണ്ടോ ഇല്ലയോ എന്ന് കൂടെ ചെക്ക് ചെയ്യുക. പിന്നെ കൺട്രോൾ കേബിൾ നോക്കുക. VFDയുടെ കൺട്രോൾ കേബിളിൽ സ്റ്റാർട്ട് കമാൻഡ് വരുന്ന ഒരു കേബിൾ കാണും.
ആ കേബിളിൽ സപ്ലൈ വരാത്തത് കൊണ്ടാണ് VFD സ്റ്റാർട്ട് ആവാത്തത്. അതും ചെക്ക് ചെയ്യുക അവിടെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അവിടെ സപ്ലൈ വരുന്നുണ്ട് എന്നിട്ടും VFD ഓൺ ആകുന്നില്ല എങ്കിൽ VFDയുടെ ഇൻറ്റേർണൽ പ്രോബ്ലം ആണ്. അതേസമയം നമ്മുടെ ആ കൺട്രോൾ സിഗ്നൽ അവിടെ വരുന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ ഇൻപുട്ട് സൈഡ്സിൽ എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ റിലേ കംപ്ലൈൻറ്റ് ആവാം, അല്ലെങ്കിൽ PLCയുടെ ഔട്ട്പുട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാം, വയർ ലൂസ് ആവാം, ഇൻറ്റേർണൽ വയറിങ് പ്രശ്നമാവാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകും ഇൻപുട്ടുകളെല്ലാം ഓക്കെ ആണെങ്കിൽ. അതല്ല ഇൻപുട്ട് ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും അറിയുന്ന ഈ സ്റ്റോപ്പ് പ്രസ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ സെൻസർ സിഗ്നൽ തരുന്നില്ലായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻപുട്ട് അത് കറക്റ്റ് ചെയ്ത് നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാം. അതേസമയം നമ്മുടെ കൺട്രോൾ സിഗ്നലും VFDയിലും എത്തി, എന്നിട്ടും VFD ഓൺ ആകുന്നില്ല എങ്കിൽ VFDയുടെ ഇഷ്യൂ ആണ്. പിന്നെ VFD ജനറലി എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതിൽ എറർ കോഡും കാണിക്കും. ഇപ്പോൾ F12 അങ്ങനെ ഓരോ ഫോൾട്ട് കോഡ് കാണിക്കുമ്പോൾ അത് നമ്മൾ മാനുവലി നോക്കിയാൽ ഏത് ഫോൾട്ടാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫോൾട്ടൊന്നും കാണിക്കുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ VFDയുടെ എന്തോ പ്രോബ്ലമാണ് എന്ന് മനസ്സിലാവും. ഒന്നെങ്കിൽ ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന VFD നമുക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്ത് പാരാമീറ്റേഴ്സൊക്കെ ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ വേറൊരു VFD നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇൻ്റർചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ആ VFDയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ എന്നിട്ടും അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താം, VFD ഡാമേജ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ട്രബിൾ ഷൂട്ടിങ്ങുകൾ ചെയ്യുന്നത് ഒരു സർവീസ് മെയിൻ്റനൻസ് പോയിന്റിൽ. അപ്പോൾ ഇതൊരു ചെറിയൊരു ടിപ്പാണ്. ഇപ്പോൾ ഇതുപോലത്തെ ടിപ്പുകൾ നിങ്ങൾക്ക് കേൾക്കാൻ അറിയാനും ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി വരും വീഡിയോകളിൽ നമ്മളിങ്ങനെ ഓരോ ടിപ്പുകൾ സർവീസ് മെയിൻ്റനൻസ് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കുറച്ച് ടിപ്പുകൾ, ട്രബിൾ ഷൂട്ടിംഗ് ടിപ്സുകൾ നമ്മൾ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്, PLCയുടെ ഫുൾ ഫോം എന്താണ്? PLCയിൽ ഉപയോഗിക്കുന്ന 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതൊക്കെയാണ്? അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എവിടെയാണ് കമൻറ്റ് ചെയ്യേണ്ടതെന്ന് എടുത്ത് പറയേണ്ടതില്ലല്ലോ, കാരണം നമ്മളിത് 9ാമത്തെ ചോദ്യമാണ്. എല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുണ്ടായിരുന്നു. നമ്മൾ FB പോസ്റ്റിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. ആ ലിങ്കിൻ്റെ താഴെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ 10 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകുന്ന ഒരാൾക്കായിരിക്കും നമ്മൾ സാൻവ പോക്കറ്റ് മൾട്ടിമീറ്റർ ഗിഫ്റ്റായിട്ട് നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. എന്താണ് വാട്ട് ഈസ് PLC എന്ന് പറഞ്ഞിട്ട്, എന്താണ് PLC എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരവും കിട്ടും, നിങ്ങൾക്ക് അറിവും നേടാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരം നിങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്